അതിന്റെ പല്ല് വരുന്നത്. ഓ ഇതാണല്ലേ അതിന്റെ എഗ്ഗ് വരുന്നത്. ഇവിടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം ആഴമൊന്നും ഇല്ലാന്നാ കോയക്ക നമ്മളോട് പറഞ്ഞത്. നമുക്കന്ന് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഓ ആയിക്കോട്ടെ. ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം 2 മാസത്തിനടുത്തായി വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണിയാമ്പറ്റയാണ്, വയനാട്ടിലുള്ള കണിയാമ്പറ്റയിലാണ്. മെറാക്കി ഹാച്ചറി ഫിഷ് ഫാമിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഓണറായിട്ടുള്ള കോയക്ക നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കോയിക്കാർപ്പ് വിശേഷങ്ങളാട്ടോ കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ആണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. കോയക്ക നമസ്കാരം. ഓക്കെ, ഇതാണ് നമ്മുടെ കോയക്ക. ഏകദേശം കുറെ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണെന്നുള്ളത്. 8 വർഷത്തോളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഇത് തന്നെയാണോ? കോയിക്കാർപ്പ് തന്നെയാണോ? ആദ്യം എഡിബിൾ ഫിഷിംഗ് ചെയ്തിരുന്നു. ഒരു 3 വർഷമായിട്ട് കോയിക്കാർപ്പാണ്. 3 വർഷത്തോളം കോയിക്കാർപ്പ് കണ്ടിന്യൂസ് ആയിട്ട് 3-4 വർഷത്തിന്റെ മേലായി. 4 വർഷത്തിന് മേലായി. നമ്മള് ഇവിടെ ടാങ്കിൽ നിന്ന് പിന്നെ കോയിക്കാർപ്പിനെ ബ്രീഡ് ചെയ്തിട്ട് കുട്ടികളെ ചെറിയൊരു സൈസ് ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ കുളത്തിലുള്ള ഹാപ്പയിലിടും. ഹാപ്പയിലിട്ടിട്ട് പിന്നെ ഏകദേശം കളറൊക്കെ വെച്ച് ഒരു ഇഞ്ചിന്റെ വലിപ്പമാകുന്ന സമയത്ത് ഡയറക്റ്റ് കുളത്തിൽ ഇറക്കി വിടും. എന്നിട്ട് പിന്നെ 2 മാസം കഴിയുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുക. പ്യുവർലി ഒരു നാച്ചുറൽ ആ ഒരു സെറ്റപ്പ് ആണോ? അതെ, നാച്ചുറൽ ആയിട്ടാണ്. പിന്നെ എഗ്ഗ് വിരിഞ്ഞ് കുട്ടികൾ ഇറങ്ങുന്നതെല്ലാം നാച്ചുറൽ ആയിട്ടാണ് അല്ലേ? അപ്പൊ എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും നമുക്ക് എല്ലാ സൈസും ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ ഓൾറെഡി നാച്ചുറൽ ആന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. നമുക്ക് നല്ല ആദ്യം തന്നെ നമുക്ക് കുറച്ച് സൈസുള്ള, അതായത് അത്യാവശ്യം സൈസുള്ള ഒരു കുറച്ച് വെറൈറ്റീനൊക്കെ പരിചയപ്പെടാം. ഇതിൽ അത്യാവശ്യം വെറൈറ്റിയിൽ വരുന്നുണ്ട് തോന്നുന്നു അല്ലേ? ഉണ്ട്. ഇതില് പിന്നെ ഇതിപ്പോ കൊഹാക്കോ ഉണ്ട്, ഷോവ ഉണ്ട്, ഉത്സൂരി, ഹൈ ഉത്സൂരി, പിന്നെ മെറ്റാലിക് ഉണ്ട്, പിന്നെ അതുപോലെ ഇത് ഹരാസൂക്കി, പിന്നെ ഡൈഹാർഡ്സ് എല്ലാം ഇതിലിപ്പോ വരുന്നുണ്ട്. പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കൂലേ? കാരണം അത്യാവശ്യം നല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ. എത്ര സൈസാ വരുന്നത്? ഏകദേശം ഇത് 6 ഇഞ്ച് പ്ലസ് 7 ഇഞ്ച് വരെ ഉള്ളതാണ്. ഇതെല്ലാം നല്ല അത്രയും ടോപ്പ് ക്വാളിറ്റി പെട്ടതാണ്. ആണല്ലേ? ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ള ഒരു ഐറ്റം തന്നെയാണ് അല്ലേ കാണുന്നത്? എല്ലാം ഈ ഒരു ഐറ്റം ഒക്കെ കൂടുതൽ ഈ അക്വേറിയത്തിനൊക്കെ കൂടുതൽ തീർച്ചയായിട്ടും. ഇതൊക്കെ പിന്നെ സ്കെയിൽലെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഇതുള്ള ക്വാളിറ്റി പെട്ട തന്നെയല്ലേ? ഇത് നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ടോ? എങ്ങനെയാ? ഉണ്ട്, കൊടുക്കാനുണ്ട്. നമ്മൾ 10-500 പീസ് കൊടുക്കാൻ. അത്ര 500 എല്ലാ ഇപ്പം ഓരോരുത്തർ ചോദിച്ചു വരികയാണ്, ഇപ്പൊ കൊഹാക്കോ വേണോ അല്ലെങ്കിൽ അസൂരി വേണോ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ട് അല്ലേ? കൊറിയർ സംവിധാനം ഇപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ട് പിന്നെ എന്താ വെച്ചാല് നമുക്ക് അയച്ചു കൊടുക്കാൻ ചെയ്യാലോ. അത് ഓൾ ഇന്ത്യ നമുക്ക് അയച്ചു കൊടുത്തൂടെ? കേരള മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ ഇപ്പം അവൈലബിൾ ആയിട്ടില്ല. എത്ര ദിവസം വരെ ശരിക്കും ഇതിപ്പം ഒരു കൊറിയർ ഒക്കെ അയക്കുകയാണെങ്കിൽ? ട്രാൻസ്പോർട്ടിന്റെ വണ്ടിയിലാണെങ്കിൽ ഇന്ന് കൊടുത്താല് രാവിലെ കൊടുത്താൽ വൈകുന്നേരം തന്നെ കിട്ടും, രാത്രിയാകുമ്പോൾ അവിടെ കിട്ടും. പിന്നെ അല്ലാതെ പ്രൊഫഷണൽ കൊറിയറിലാണ് 2 ദിവസം പിടിക്കും. 2 ദിവസം പിടിക്കും അല്ലേ? ആ 2 ദിവസം ഒന്നും ഒരു പ്രശ്നമില്ലാതെ? ഇല്ലല്ല, അതിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊടുക്കുക, കണ്ടീഷൻ ചെയ്ത് എല്ലാ ഇതും ചെയ്തിട്ടേ കൊടുക്കും. ഓക്കെ. ഇതിന് എന്തൊക്കെ ഫുഡാ ശരിക്കും നോർമലി? ഇതിന് മാർക്കറ്റിൽ ഒരുപാട് ഫുഡുകൾ ഉണ്ടെങ്കിലും പ്രോട്ടീൻ കണ്ടന്റ് കൂടിയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതില് ഗ്രോവലിന്റെ ന്യൂട്രലാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുക. പിന്നെ കാർഗിൽ എല്ലാം ഉണ്ട്, പല സൈസ് തീറ്റകളുണ്ട് അല്ലേ? നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി സൈസുള്ള വെറൈറ്റി പരിചയപ്പെട്ടാലോ? വെറൈറ്റി അല്ല ശരിക്കും, ഈ വെറൈറ്റി തന്നെ കുറച്ചുകൂടി സൈസുള്ള ഒന്ന് ഇതാക്കിയാലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീമെയിലിനെ മെയിലിനെ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ശരി, നമുക്ക് ഒരു വലിയൊരു ഐറ്റത്തിന് തന്നെ പരിചയപ്പെടാം. നമ്മളിപ്പോ കണ്ട കുഞ്ഞുങ്ങളിൽ നിന്നും ആ ഒരു വലിയൊരു ഐറ്റം ഇതേതാ? ഇത് ഹരാസൂക്കി എന്ന് പറയും. ഹരാസൂക്കി. പിന്നെ ഇത് ഫുൾ ലോഡാണ്. ഇതാ എഗ് ലോഡാണ്, ലോഡായി കിടക്കുന്നതാണ്. ഇതിപ്പോ ഇന്ന് നാളായിട്ട് ബ്രീഡ് ആക്കേണ്ടതാണ്. ഇതെല്ലാ ലക്ഷണവും ഒത്തിട്ടുള്ള
ഈ ഒരു ഹമ്പ് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഇതായിട്ടുള്ള ഈ തല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഹമ്പ് ഇതായിട്ടുള്ളത് നല്ല മാർക്കറ്റുള്ള സംഭവമാണ്. ആണല്ലേ? ഇതൊന്നും നമ്മൾ ആർക്കും കൊടുക്കൂല. ഇത് പിന്നെ ബ്രീഡിങ്ങിനായിട്ട് മാത്രം. ഫസ്റ്റ് ബ്രീഡിംഗ് ആണോ അല്ലെങ്കിൽ? അല്ലല്ല, ഇവരെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. ഇതിന്റെ മെയിലും ഉണ്ട്, ഇതേ സെയിം കളറുള്ള മെയിലും ഉണ്ട്. ഇത് എങ്ങനെയാ ഫീമെയിൽ ആണെന്നുള്ളത് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ? ഫീമെയിൽ എന്ന് പറഞ്ഞാല് പിന്നെ ഒന്ന് വയറ് നോക്കിയത് തന്നെ, പിന്നെ ഇത് ജനനേന്ദ്രിയം ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടുള്ള ഇതായിരിക്കും. മെയിൽ അതല്ല, മെയിൽ ഇങ്ങനെ താഴെ ഓപ്പൺ ആയിട്ടാണ്. പിന്നെ ഇത് സ്കെയിൽലെസ്സും ആണ്, ഒരുപാട് പ്രത്യേകത ഉള്ള ആണിത്. അത്രയും നല്ല നല്ല പ്രത്യേകതയോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി. അതെ, റൈറ്റ് ആണ് അല്ലേ? അത് ശരി. ഇതിപ്പോ എന്താ പറയാ, ഇപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ബ്രീഡിങ്ങിന് എങ്ങനെയാ ശരിക്കും? പിന്നെ നമ്മള് പറഞ്ഞ കുളത്തിലാണോ അല്ലെങ്കിൽ നമ്മള് ഈ ഇവിടെ 500 ലിറ്ററിന്റെ ടബ് ഉണ്ട്, അതിൽ വെച്ചിട്ട് അതിലേക്ക് ഇടുക അല്ലെ? ഇനിയിപ്പോ അഥവാ ഇന്നൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റൂല്ലേ? ഇതാക്കാൻ പറ്റുമെന്നുള്ളത് അല്ലെ? ശരി ശരി, ഓക്കെ. നമുക്കൊന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കണ്ട, കാരണം വീടാവാനായതല്ലേ. നമുക്കൊന്ന് അടുത്ത എന്താ പറയാ ഇതിനൊന്ന് കാണാം. അടുത്ത പാറ്റേൺ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു വലുപ്പത്തിൽ തന്നെ. ഇത് ഏകദേശം ഇത് എത്ര സൈസ് വരുന്ന? ഇത് 1 ഫീറ്റ്. 1 ഫീറ്റ്. നമ്മൾ കണ്ടത് 2 ഫീറ്റ് ആണ്. ഇതിന്റെ തൊട്ട് മുമ്പ് 2 ഫീറ്റ് ആണ്. ഇതിപ്പോ നമ്മൾ കാണുന്നത് 1 ഫീറ്റ് വലിപ്പമുള്ള ഇതാണ്. ഇത് നിഷിഗോയി എന്ന് പറയും. നിഷിഗോയി. ഇത് നിഷിഗോയി തന്നെ. പിന്നെ ഇത് ബട്ടർഫ്ലൈ ആണ്. ഇത് സാധാ. അത് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അതിന്റെ വാലൊക്കെ അങ്ങനെ നോക്കിയിട്ടാണോ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. ഈ ടൈലും പിന്നെ ഈ വിങ്സ് എല്ലാം ഒരു ഇതായിട്ടാണ്. ഇതെല്ലാം ലോഡാണ്. പിന്നെ ഇതും ഫീമെയിൽ തന്നെയാണ്. ഇത് ഫീമെയിൽ ആണ്, എഗ് ലോഡാണ്. ഇത് രണ്ടും. ഇതും ഫീമെയിൽ തന്നെയാണ് അല്ലെ? നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഫീമെയിൽ ആവുന്ന സമയത്ത് ആ ഒരു എത്ര സൈസിലാണ് നമുക്ക് അറിയാൻ പറ്റുക ശരിക്കും? ഏകദേശം 1 ഫീറ്റ് ഒക്കെ ആവുന്ന സമയത്ത് അവിടെ എന്താ പറയുക ഓപ്പൺ ആയിട്ട് കാണിക്കും? അല്ലല്ല, പിന്നെ അത് കൂടിക്കൊണ്ടാണ് ഉണ്ടാവുക. പിന്നെ വയറിൽ തന്നെ അറിയാൻ പറ്റും, വയറിൽ മാറ്റങ്ങൾ. അതെ, ഫീമെയില് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഇങ്ങനെ ഉണ്ടാവുക, വെറുത്തിട്ടുള്ള ഒരു. മെയില് തുറന്നിട്ട് മെയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു. ശരി ശരി ശരി. അപ്പൊ ഇത് എന്താ പറയാ ഈ ഒരു സൈസ് തന്നെ നമുക്ക് കൊടുക്കാനുണ്ടോ? ഉണ്ട്, കൊടുക്കാനുണ്ട് അല്ലെ? നമുക്ക് ബ്രീഡിംഗ് പെയർ ആയിട്ട് കൊടുക്കാൻ പറ്റും. പേഴ്സ് കൊടുക്കാനുണ്ട് അല്ലെ? കാരണം സെയിം പാറ്റേൺ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സെയിം പാറ്റേണിൽ തന്നെ കൊടുക്കുക അങ്ങനെ. അതെ, തീർച്ചയായിട്ടും. അത് എപ്പോഴും ഇറങ്ങിക്കോളന്നില്ലല്ലേ? സെയിം പാറ്റേണിൽ ഇട്ടാൽ സെയിം ആയിട്ട് തന്നെ വരും. സെയിം ആയിട്ട് വരും, തീർച്ചയായിട്ടും. ഓക്കെ. അങ്ങനെ എന്താ പറയാ നമ്മളെ ബാക്കിയുള്ള മത്സ്യങ്ങളെ പോലെ തന്നെ സെയിം പാറ്റേണിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറെ മ്യൂട്ടേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് വേറെ ഒന്നുണ്ട്. ഇതിപ്പോ എഗ് ഔട്ട് ആകുന്ന സമയത്ത് മെയില് മിൽറ്റ് പുറത്ത് ആക്കും, എന്നിട്ട് അതില് ആണ് ഫെർട്ടിലൈസ് ആകുന്നത്. അത് ഏതാണോ ഇപ്പൊ ഇതിനിപ്പോ നിഷിഗോയിക്കിന്റെ കൂടെ ഒരു കൊഹാക്കോ അല്ലെങ്കിൽ ഷോവോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് നല്ല കളർ കിട്ടിയെന്ന് വരും, ചിലപ്പോ ഒന്നും അല്ലാത്ത ഗ്രേ കളറും അങ്ങനെ വരും. ഒരേ സെയിം പാറ്റേണിൽ തന്നെ ബ്രീഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോ നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയാ ആ സെയിം പാറ്റേണിൽ തന്നെ കൊടുക്കാനുള്ള 90% അങ്ങനെ തന്നെ. 90 അല്ല, 100% നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടിയത്. മാർക്കറ്റില് കുറച്ചുകൂടി ഇതുള്ളത് ഏതാണോ അത് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും അല്ലെ? ഇത് രണ്ടും സെപ്പറേറ്റ് ഇതാണെങ്കിലും സെയിം ടീമാണ് അല്ലെ? അതായത് ബട്ടർഫ്ലൈ ആണെങ്കിൽ കൂടി സെയിം. ഇത് രണ്ടും നിഷിഗോയിൽ പെട്ടത് തന്നെയാ അല്ലെ? ഓക്കെ. നമുക്ക് എന്നാലും മറ്റ് അതായത് അടുത്ത ഒരു ഇനം, അതായത് കൊയ്ക്കാപ്പില് പല പേരുകളുണ്ടല്ലോ, അടുത്ത ഒന്ന് പരിചയപ്പെട്ടാലോ? ശരി. എന്നാലേ ഒരു വലിയനെ ഇട്ടുണ്ട്, ഒരു കുഞ്ഞനെ ഇട്ടുണ്ട്. അത് രണ്ടും എന്തിനാന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് രണ്ടും ഒരൊറ്റ വെറൈറ്റി അല്ലേ? അതെ, ഇത് പിന്നെ രണ്ടും കൊഹാക്കോ പെട്ടതാണ്. ഇത് 1 ഫീറ്റ് ഉള്ളതാണ്, ഇത് ഏകദേശം 2 ഫീറ്റോളം ഉള്ളതാണ്. രണ്ടും എഗ് ലോഡാണ്. ഇതിപ്പോ 1 ഫീറ്റ് ഉള്ളതിന്റെ ഇതാ എഗ് ലോഡാണ്. പിന്നെ ഇതിന്റെ 2 ഫീറ്റ് ഉള്ളതും എഗ് ലോഡാണ്. ഓക്കെ. ഇതിപ്പോ നമ്മള് 2 എണ്ണം വെച്ചതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ രണ്ടും 2 കളറാണെങ്കിലും സെയിം എന്താ പറയാ ആ ഒരു പാറ്റേൺ സെയിം, നമ്മളെ ഭാഷയിൽ പറഞ്ഞ സെയിം ജാതിയാണ്. അതെ, രണ്ടും ഫീമെയിൽ ആണ്. രണ്ടും ഫീമെയിൽ തന്നെയല്ലേ? കൊഹാക്കോ. ഇത് എന്താ പറയാ നമുക്കിപ്പം ഇതും ഏകദേശം 1-2 ദിവസം കൊണ്ട്. ഇത് ഇപ്പൊ നമ്മൾ അടുത്ത ബാച്ചില് നമുക്ക് പിന്നെ ബ്രീഡിങ്ങിന് ഇടാൻ പറ്റുന്നതാണ്. പറ്റിയ സൈസിൽ എഗ് ലോഡാണ്. ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ശരിക്കും ബ്രീഡിങ് വരുന്നത്? ബ്രീഡിങ് നമ്മളിപ്പോ ഒരു ഫീമെയിലിനെ പിന്നെ 2 മെയിലിനെ ജോയിന്റ് ആക്കിയിട്ട് ഇടും. അപ്പൊ ഇന്നിപ്പോ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ജോയിന്റ് ആക്കിയിട്ടാൽ നാളെ രാവിലത്തേക്ക് എഗ് പുറത്താവൂന്ന് നോക്കും. എഗ് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം ഹോർമോൺ ഇഞ്ചക്ഷൻ ചെയ്യും. അങ്ങനെ ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്താൽ പിറ്റേ ദിവസത്തേക്ക് എന്തായാലും ബ്രീഡ് ആയിരിക്കും.
നമ്മൾ നോർമലി 2 മെയിലും 1 ഫീമെയിലും ആണ് അല്ലേ? അതെ ഓക്കെ, അത് രണ്ടും വയറിന്റെ 2 സ്ഥലത്തായിട്ട് ശക്തിയായിട്ട് ഇടിക്കുകയാണ്. അതെ അതെ, അങ്ങനെയാണ് നമ്മൾ കണ്ടെടുത്തോളം. ഇവര് പിന്നെ അല്ലാതുള്ള ഇതുണ്ടാവും അവര് തമ്മിലുള്ള പിന്നെ ഒരു ഇത് കാണാം, എന്താ പറയാ, പിന്നെ ബ്രീഡിങ്ങിന്റെ ആ ഒരു പിന്നെ ഇതെല്ലാം കാണാം. അപ്പൊ കാര്യമായിട്ട് ഈ വയറിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ഇടിക്കുകയാണ് അങ്ങനെ എഗ് പുറത്താവുകയാണ്. ശരി, ഇതിപ്പോ ഫീമെയിലും മെയിലും കൂടെ ഒരുമിച്ചാണോ നിങ്ങള് മറ്റേ ഫീറ്റിനനുസരിച്ച് ഒരുമിച്ചാണോ ഇടാറ്? അല്ല, സെപ്പറേറ്റ് ഇട്ടിട്ട് ബ്രീഡിങ്ങിന്റെ സമയത്ത് മാത്രമേ ജോയിന്റ് ആക്കി ഒരുമിച്ചുള്ളൂ അല്ലേ? നമുക്ക് എന്നാല് അടുത്തതായിട്ട് മെയിലിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? മെയിലിനെ പോകുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് ഒരു ഫീമെയിലിനെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഇത് ഏതാ ഫീമെയിൽ വെറൈറ്റി? ഇത് ഷോവയാണ്. ഷോവ ഷൻഷൂക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഷോവ ഷൻഷൂക്കു. അതെ അതെ. ശരി, ഇത് നല്ല കളർ പാറ്റേൺ ആണല്ലേ? അതെ അതെ അതെ, നല്ല റെഡും വൈറ്റും ബ്ലാക്കും കൂടി ആയിട്ടുള്ള നല്ലൊരു കളർ പാറ്റേൺ ആണല്ലേ? ശരി ശരി ശരി. ഇതും ഫീമെയിൽ തന്നെയല്ലേ? ഇതും ഫീമെയിൽ തന്നെയല്ലേ? എഗ് ലോഡായി കിടക്കുന്ന ഇത് എഗ് ലോഡാണ്. എഗ് ലോഡാണല്ലേ? അതെ. ശരി, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എഗ് ഒക്കെ ഒന്ന് കാണിച്ചെടുക്കരുത്. അല്ല, എഗ് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഇതാണല്ലേ അതിന്റെ എഗ് വരുന്നത്? അത് ശരി. ഇതിൽ ഏകദേശം എത്ര മക്കളൊക്കെ ഉണ്ട്? ഏകദേശം ഇത് 10,000-15,000 ഒക്കെ ഉണ്ടാവും. 10,000 മക്കളുണ്ടാവും. പക്ഷെ എല്ലാം പിന്നെ കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ആയി കിട്ടുമ്പോ അത്രയൊന്നും കിട്ടൂല. 10-1 8-1 ആണല്ലേ? നമുക്ക് സർവൈവ് ചെയ്ത് എടുക്കാനാണ്. അതെ, തീർച്ചയായിട്ടും. ശരി, നമുക്ക് എന്നാൽ അടുത്ത മെയിലിന് എന്നാല് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 മെയിലുണ്ട് ഇതിൽ കാണുന്നത്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ വെറൈറ്റിയിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. ഇത് പിന്നെ കൊഹാക്കോ ആണ്. കൊഹാക്കോന്റെ മെയിലാണ്. കൊഹാക്കോന്റെ മെയിലാണ്. അതെ. ഇത് പിന്നെ ഹൈസൂരി പെട്ടതാണ്. അല്ലേ? ഇത് ഷോവ സെൻസുക്കെ. ഇവരെ എന്താ പറയാ, ഈ ഒരു വെറൈറ്റി നമ്മളിപ്പോ പറഞ്ഞ വെറൈറ്റീസ് ഒക്കെ നമുക്കിപ്പം കൊടുക്കാനുള്ള? അതെ അതെ, തീർച്ചയായിട്ടും കൊടുക്കാനുള്ള. ഇതിന്റെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് 200, 500 അങ്ങനെ മേലോട്ട് അങ്ങോട്ട് കൊടുക്കാനുണ്ട് അല്ലേ? ശരി, ഓക്കെ. ഇതിപ്പം ഓൾ കേരള ഇപ്പം നിലവിൽ കൊറിയർ ഉള്ളത് ഓൾ കേരള. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് പുറത്തുനിന്നൊക്കെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ഇപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, പിന്നെ കേരളത്തിന്റെ പുറത്ത് നമുക്ക് കൊറിയർ അയക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഗപ്പി അയക്കുന്ന രീതിയിൽ അങ്ങനെ 3-4 ദിവസം നമുക്ക് അയക്കാം. അതല്ലെങ്കിൽ ട്രെയിൻ സർവീസ് വേണ്ടിയിരുന്നു. അത് ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നം. ഓക്കെ ഓക്കെ. അപ്പൊ നിലവിലിപ്പോ ഓൾ കേരള അയക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. നമുക്ക് എന്നാല് അടുത്തൊരു വലിയൊരു വെറൈറ്റി കൂടെ പരിചയപ്പെട്ട് നമ്മൾ കുറച്ച് അവിടെ ഒരു കുളം ഉണ്ട്, അവിടെ ഒന്ന് പോയിട്ട് അവിടെ കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളും വലിയ സൈസൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ഇതും കൂടെ കണ്ടിട്ട് പോവാം. വലിയ സൈസ് ഇതിപ്പോ എത്ര സൈസ് വരുന്നത്? ഇത് 2 ഫീറ്റോളം വരുന്ന ഒരു വലിയ സൈസുള്ള 2 മെയിലുകളാണ് അപ്പൊ കാണുന്നത് അല്ലെ? ഇത് ഷോവ സൻസൂക്കിയാണ്. ഷോവ സൻസൂക്കി അല്ലെ? ഇത് ഹരാസൂക്കി അല്ലെ? രണ്ടും മെയിലാണ്. അത്യാവശ്യം അത്യാവശ്യം വലിപ്പമുള്ള. ഇവർ ഏകദേശം എത്ര വലിപ്പം വരും? ഈ വലിപ്പം തന്നെയാണോ? അല്ല, കുറച്ചുകൂടി വലുതാവും. ഏകദേശം 1 ഫീറ്റും കൂടി ഒക്കെ, അതായത് ഏകദേശം 3 ഫീറ്റിന്റെ അടുത്ത് വരും. 2-2.25 ഫീറ്റിന്റെ അടുത്ത് വരും. ഈ ബേസം കൊള്ളുന്നില്ല സത്യം പറഞ്ഞാല്, കാരണം അവർക്കതൊരു ബുദ്ധിമുട്ടായി ഉണ്ടാവും. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും എന്താ പറയാ, അവരെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വെറൈറ്റി തന്നെയാണ് അല്ലെ? ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മെയിലിനെ എങ്ങനെയാ നമ്മൾ ഇതാക്കുക നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മെയിലിനെ എങ്ങനെ മനസ്സിലാക്കും, ഫീമെയിലിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ എങ്ങനെയാ മനസ്സിലാക്കുക? ശരിക്കും ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ പിന്നെ ഇതായിരിക്കും, സ്ട്രൈറ്റ് ആയിട്ട്, അതായത് പിന്നെ വയറ് ബൾജ് ഉണ്ടാവില്ല. ഇല്ല, ഇവിടെ എല്ലാം ഇങ്ങനെ ഇതായിട്ടുള്ള. പിന്നെ ഈ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞ നേരത്തെ ഓപ്പൺ ആയിക്കൊണ്ടായിരിക്കും. മെയിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും, മറ്റേത് കൂടിക്കൊണ്ടായിരിക്കും. മെയിലിനെ ജനനേന്ദ്രിയം ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും. അതെ. അങ്ങനെയാണ് നമ്മളിപ്പോ അവരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, നമുക്ക് എന്നാല് അടുത്ത ഒരു ഇതിലേക്ക് ഫ്രണ്ട്സ്, നമ്മളെ ഏകദേശം ഒരു 5 ഇഞ്ച് അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പമുള്ള നമ്മളെ കോഴിക്കാർപ്പിനെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് അവിടെ ഒരു കുളം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 1 ഏക്കറോളം നീണ്ടാക്കുന്ന ആ കുളത്തില് കുഞ്ഞുങ്ങളുണ്ട്, അതായത് കോഴിക്കാർപ്പിന്റെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ ഡ്രസ് ചേഞ്ചിങ് ആണ് കാണുന്നത്, കാരണം ഇത് വിട്ടിട്ട് നമ്മുടെ നാട്ടിലേ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ഗൈസ്. ഇപ്പോൾ നമ്മളെ ഇവിടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം അത്യാവശ്യം ആഴമൊന്നും ഇല്ലാന്നാ കോയക്ക നമ്മളോട് പറഞ്ഞത് അല്ലേ? കോയക്ക ആഴമൊന്നും ഇല്ലാന്ന്. അപ്പം ഒന്ന് കാണിച്ചിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
നമുക്കൊന്ന് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ. ഇത് നമ്മള് മേലെ ബ്രീഡ് ആക്കിയിട്ട് ചെറിയ, അതായത് വിരിഞ്ഞതിന് ശേഷം ഇതിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ് അല്ലേ? എന്നിട്ട് പിന്നെ ഇപ്പതാ ഇതിലുള്ള ഇത് കണ്ടില്ലേ, ഇതിപ്പോ ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പൊ ഇതിലുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണല്ലേ? അതായത് നമ്മളിപ്പോ എന്താ പറയാ അത്രയും അടുത്തെന്ന് വെച്ചാൽ മാത്രം കാണുന്ന അങ്ങനത്തെ അത്രയും ചെറിയ മക്കളാല്ലേ? അല്ല, ഇതിലൊക്കെ ഒരുപാട് ചെറുതായിട്ടുള്ള വെള്ള കളറിലാണ് ഇവരുണ്ടാവാറ്. ഇതിപ്പോ കളറൊക്കെ വന്നിട്ട് അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇപ്പൊ തൊട്ടപ്പുറത്തെ ഹാപ്പയിൽ ഇതിലും വലിയതുണ്ട്. വലിയതാണല്ലേ? ഇതിപ്പോ സൂം ചെയ്താൽ അവിടെ കാണുന്ന അറിയാം, ഇതിന്റെ അടിയിൽ കൂടി ഒക്കെ കുറേ മക്കളുണ്ടാവും, കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്ക് തീറ്റ നമ്മള് മൊയിനയും ഡാഫ്നിയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറക്കി. അങ്ങനെയാണല്ലേ കൊടുക്കുന്നത്? അതെ, ശരി. മൊയിനയും കൊടുക്കും, ഡാഫ്നിയും കൊടുക്കും അല്ലേ? ഇപ്പൊ അതില് കണ്ടതിനേക്കാളും ഇത്തിരിയോടും വലിപ്പം, കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു സൈസ് ആണല്ലേ? ഇതില് തന്നെ ഇത് വലുത് കണ്ടോ? ഇത് അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഷൂട്ടേഴ്സ്. ഷൂട്ടറാണ്. ഇതൊക്കെ ഒരു ബ്രീഡിങ്ങിലുള്ളതാണെങ്കിലും കൂടിയിട്ട് ചിലത് മറ്റേതിന്റെ 2 ഇരട്ടി, പിന്നെ 2 ഇരട്ടി അല്ല, ഒരു 5 ഇരട്ടിയൊക്കെ വലിപ്പം വെക്കും അല്ലേ? ഇതിലൊക്കെ ഇവിടേക്കൊക്കെ ഉണ്ട്. അതില് ഇതെല്ലാം ഷൂട്ടറാണ്. അവരെന്ത് ചെയ്യും? അവരെ നേരത്തെ മാറ്റിയിടുവോ? ഇല്ല, ഇതിലാകുമ്പോ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഫുഡ് ഇഷ്ടം പോലെ ഫുഡും കിട്ടുന്നുണ്ട്. ഇത് അരാസൂക്കിയാണ്. ആ ഒരു സമയത്ത്, ആ ഒരു വലുപ്പത്തിലാവുന്ന സമയത്ത് മനസ്സിലാവില്ലേ? അത് അങ്ങനെ അറിയുകയും ചെയ്യും. പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട പേരൻസിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതിലും പിന്നെ അല്ലാതെ കുട്ടികളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോ ഈ 4 ഹാപ്പയിലും കൂടിയോ, ഇപ്പൊ ഈ 4 ഹാപ്പയിൽ സ്റ്റോക്ക് ഉള്ളത് ഏകദേശം എന്റെ ഒരു കണക്ക് പ്രകാരം മിനിമം ഒരു 2 ലക്ഷം കുട്ടികളെ മേലുണ്ട്. അത്രയും കുട്ടികളുണ്ടാവും അല്ലേ? അവിടെ എടുത്തു നോക്കി കണ്ടോ? ഇതില്ലേ? അതിൽ തന്നെ കാണാം. പിന്നെ ചെറിയ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളല്ലേ? അതുകൊണ്ട് ആ കൂട്ടത്തിൽ തന്നെ പിന്നെ ഷൂട്ടർമാരായിട്ടുള്ളവരും ഉണ്ട്, കുറെ ഷൂട്ടർമാരായിട്ടുള്ളത്. അതെ, ശരി. ചെറിയ ഈ കളറല്ലേ വരിക? പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാറും. അത് വലുതാവുന്നതിനനുസരിച്ച് പാറ്റേൺ തെളിയ. ഇതില് പിന്നെ കൊരാസു എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക്. അതിന്റെ കുട്ടികളടക്കം ഇപ്പൊ ഇതിലുണ്ട് അല്ലേ? ഓ ശരി ശരി. ഇതെങ്ങനെ ശരിക്കും പിടിക്കാതെ ശരിക്കും ഇത് പൊന്തിക്കുക ചെയ്യുക? അതെ, ഇത് അങ്ങനെ നമ്മൾ പിടിക്കാറില്ല. ഇതിൽ നിന്ന് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാല് പിന്നെ നേരിട്ട് കുളത്തിൽ ഇറക്കുക ചെയ്യുക. പിന്നെ കുളത്തുനിന്ന് വളരുകയാണ്. അങ്ങനെയല്ലേ? അതെ. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു ആമ്പലൊക്കെ ഉണ്ട് അല്ലേ? അത് കണ്ടില്ല, അതൊക്കെ ഇതാണ്. പിന്നെ ഇപ്പൊ നോർമലി ഉള്ളതിന്റെ ഒരു 4-5 ഇരട്ടി വലിപ്പമുണ്ടല്ലോ. അതൊക്കെ ഷൂട്ടേഴ്സിൽ വരുന്നത് അല്ലേ? ശരി. ഇതിൽ ആമ്പലും താമരയുണ്ട്. താമരയൊക്കെ ഉണ്ട് അല്ലേ? താമരയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് നോക്കുകയാണ് കോയക്ക. അതാ ഇവിടെ ഇവിടെ ഒക്കെ ഇപ്പൊ ശരിക്കും ഒരു 1000-കണക്കിന് കുട്ടികൾ ഉണ്ട്. ഈ ഒരു വലിപ്പത്തിലായി വന്നാ പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നും വരലില്ല. നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു വലിപ്പമായി കിട്ടാനുള്ളൊരു. അതെ അതെ. ഈ ഇതിൽ ഇത് കണ്ടില്ലേ, ഇങ്ങോട്ടൊക്കെ കുറെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കനം ഉണ്ടാവൂലേ? കനുണ്ട്. ചളിയും കല്ലും എല്ലാം കൂടി ആയതുകൊണ്ട് ഇതില് ഒരുപാട് മക്കളുണ്ട് അല്ലേ? അതെ അതെ. 1000-കണക്കിന് മക്കൾ ഇപ്പൊ അതിൽ തന്നെ. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇത്രയും ചെറിയ മക്കളായിരിക്കില്ലേ ശരിക്കും വരിക? ഇതൊന്നല്ല, അതിന്റെ 10-1 പോലും വലിപ്പമുണ്ടാവില്ല. ഇതിൽ കുറെ ഷൂട്ടേഴ്സ് വരുന്നുണ്ട്. കുറെ വലിയ മക്കൾ കുറെ വരുന്നുണ്ട്. അതെ അതെ അതെ. ഓക്കെ. ഇത് പിന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു സാധനം കണ്ടില്ല, അതെന്താ ശരിക്കും? അത് പിന്നെ സുരാത്താത്തിട്ടോ, അത് പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് എഗ് ഫെർട്ടിലൈസ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ആണല്ലേ? അത് ഒന്ന് സെറ്റായി ഒന്ന് അതിലാണ് പറ്റിക്കിടക്കുക എഗ്ഗയിലാണ്. ഓ ശരി. നമ്മള് കോഴിക്കാർപ്പിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അത് കൂടാതെ തന്നെ 2-3 വെറൈറ്റിയും കൂടെ ഇവിടെ ഇപ്പൊ കാണിച്ചു കൊടുക്കാണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഓസ്കാർ. ഇവിടെ ഇപ്പൊ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഓസ്കാർ ഇപ്പൊ നമുക്ക് കൊടുക്കാനില്ല തോന്നുന്നു. ഓസ്കാർ കഴിഞ്ഞ മാസം വരെ കൊടുക്കാനുണ്ടായില്ല. ഇപ്പൊ ബ്രീഡിങ്ങിനുള്ളത് മാത്രമേ. ബ്രീഡിങ്ങിനുള്ളതാണല്ലോ. ബ്രീഡിംഗ് പേഴ്സ് അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ 1000 കുട്ടികളായി വരുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഇവിടെ കൊടുക്കാനുള്ള സക്കർക്കാറ്റ് കൊടുക്കാനുണ്ടോ? സക്കർക്കാറ്റ് ഉണ്ട്. സക്കർക്കാറ്റ് പിന്നെ 11 ഇഞ്ച് 12 ഇഞ്ച് പിന്നെ 1.5 ഫീറ്റ് 2 ഫീറ്റ് അത്രയും നമ്മളിപ്പോ കൊടുക്കാണ്ട്. അതൊരു 10-600 പീസോളം ഇപ്പൊ നിലവിൽ ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കും. പിന്നെ അത് കൂടാതെ നമുക്ക് ഏഞ്ചലും കൊടുക്കാം. ഏഞ്ചൽ ഉണ്ട്. ഏഞ്ചല് പിന്നെ ഏകദേശം ഒരു 500 പീസൊക്കെ കൊടുക്കാനുണ്ട്. 500 പീസ് മിക്സഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നല്ല സൈസുള്ള ഏഞ്ചലാണ്. പിന്നെ ബ്ലൂ ഗൗരുണ്ട്. പിന്നെ ബട്ടിക്കോഫ്രി, സീബ്ര സിക്കിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതുണ്ട്. പിന്നെ റെഡ് തിലാപ്പി ഉണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോ നോർമലി ഇപ്പോ
ഇവിടെ ഇപ്പൊ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കോയിക്കാർപ്പ് കൊടുക്കാനുണ്ട്, അതെ പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ കാറ്റ് ഫിഷ് കൊടുക്കാനുണ്ട്, അതെ പിന്നെ ഏഞ്ചൽ കൊടുക്കാനുണ്ട്, അതെ പിന്നെ പിന്നെ പറഞ്ഞ 2-3 സാധനങ്ങൾ. റെഡ് തിലോപ്പിയ, ബട്ടിക്കോഫ്രി, പിന്നെ ബ്ലൂ ഗൗര. ഓക്കെ, നമ്മളിപ്പോ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ 2-3 വെറൈറ്റി നമ്മളിപ്പോ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവിടെ അവിടെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ കാണിക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ നമ്മുടെ ബ്രീഡിങ്ങിന് ഏകദേശം ബ്രീഡിങ് ആവാറായ ആ ഒരു എന്താ പറയാ ഓസ്കാറിനെ നമുക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ എന്താ പറയാ നമ്മുടെ സക്കർ കാറ്റ് ഉണ്ട്, അതും പിന്നെ അതേപോലെ ഏഞ്ചലും. പിന്നെ അതുപോലെ കോയിക്കാർപ്പ് ഇപ്പൊ നമ്മള് ഒരു ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മുൻപിലുള്ളത് 2 ഇഞ്ച് നമ്മൾ പറഞ്ഞു, 2 ഇഞ്ച് പ്ലസ് എന്നാണ്. 2 ഇഞ്ച്, 2.5 ഇഞ്ച്, 3 ഇഞ്ച് വരെ ഉള്ളത് ആണ്. അത് ഇപ്പൊ ഫെബ്രുവരി ഒരു അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാനാവും. ചിലപ്പോ ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയും, എന്നാലും ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് സെയിൽ തുടങ്ങാൻ പറ്റും. ശരി ശരി ശരി, ഓക്കെ. അപ്പൊ നമുക്ക് എന്നാല് നേരെ ഓസ്കാറിലേക്ക് പോകാം. ഓക്കെ, കാണുന്നത് ഓസ്കാർ വെറൈറ്റി അല്ലേ? അതെ അതെ. ഈ ഓസ്കാർ വെറൈറ്റിയിൽ ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് കോപ്പർ ആണ്. കോപ്പർ വെറൈറ്റി ആണ് കാണുന്നത് അല്ലേ? എല്ലാം കോപ്പർ വെറൈറ്റി. ഇതെല്ലാം കോപ്പർ ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ കോപ്പർ മാത്രമേ ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് അല്ല, പിന്നെ ഫയർ റെഡ് ഉണ്ട്, ആൽബിനോ ഫയർ റെഡ്, പിന്നെ ടൈഗർ ഒക്കെ ഉണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ വീഡിയോ ഉദ്ദേശിക്കുന്ന കോപ്പർ ആണ്. കോപ്പർ ആണ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഏകദേശം നമുക്ക് എപ്പോഴേക്ക് നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാവും? ഇത് പിന്നെ ഈ മാസം മുതൽ ബ്രീഡിങ്ങിനുള്ള പർപ്പസ് തുടങ്ങാനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് എന്താ വെച്ചാല് ബ്രീഡിംഗ് ഒക്കെ ആയി, നമുക്ക് അടുത്തൊരു സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എന്താ വെച്ചാൽ അടുത്തതായിട്ട് നമുക്ക് സക്കറിനെ ഒന്ന് പോയി നോക്കിയാലോ, സക്കർ കാറ്റിനെ. ഓക്കെ ഓക്കെ. കാണുന്നത് സക്കർ കാറ്റ് അല്ലേ? ഇത്രയും വലിയ സക്കർ കാറ്റിന് നമ്മള് അധികം അങ്ങനെ അങ്ങോട്ട് ഫെമിലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. ഇതിലും വലുതുണ്ട്, ഇതിലും വലുത് കുറെ നമ്മൾ പോണ്ടിലുണ്ട്. 10-600 പീസ് കൊടുക്കാനുള്ളത് ഉണ്ട്. ഇത് 10 ഇഞ്ച് 11 ഇഞ്ച് ആ ഒരു വലിപ്പമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് 2 ഫീറ്റ് ഒക്കെ വലിപ്പമുള്ള പിന്നെ നമുക്ക് കൊടുക്കാനുണ്ട് അല്ലേ? ഓക്കെ. ഇത് എന്താ പറയാ, ആവശ്യക്കാരുണ്ടെന്ന് തോന്നുന്നില്ല അതിനൊക്കെ? ഉണ്ട്. നമ്മൾ 1000 ഉണ്ടായിരുന്നു, 1200 പോലെ ഉണ്ട്. ഇനിയിപ്പോ ഒരു 10-600 650 ബാക്കിയുള്ളൂ. 650 ഇതിലൊരു വലിയൊരു ഐറ്റം ഉണ്ടല്ലോ അവിടെ അപ്പുറത്ത്. നമുക്കൊന്ന് അതിനൊന്ന് പിടിക്കാൻ പറ്റാതെ കാണിച്ചു കൊടുക്കാൻ പറ്റാതെ കാണിച്ചു കൊടുക്കാം. അതെ അതെ. 2.5 ഫീറ്റ് അല്ല 2 ഫീറ്റോളം വലിപ്പമുള്ളതാ. 2 ഫീറ്റോളം വലിപ്പമുണ്ട് അല്ലേ? ഇതാണല്ലേ? അതെ അതെ അതെ. ഇത് അത്യാവശ്യം നല്ലോണം സർവൈവ് ചെയ്യുന്ന ഒരു സാധനം കൂടിയല്ലേ? തീർച്ചയായിട്ടും. വെള്ളത്തിന്റെ ആവശ്യം, ഓക്സിജന്റെ പ്രശ്നമൊന്നുമില്ല. നല്ല 4 കണ്ണാണ്. ഓ അങ്ങനെയല്ലേ? ശരി. ഒന്ന് പൊക്കി ഒന്ന് എന്റെ സൈഡ് ഒന്ന് എല്ലാവർക്കും ഒന്ന് എന്റെ അടിഭാഗേ നല്ലൊരു കളർ പാറ്റേണും കൂടിയാ അല്ലെ? അത്യാവശ്യം ആൾക്കാർ ഈ കിണറ്റിലൊക്കെ ഇടാൻ പറ്റും തോന്നുന്നു. അല്ല, ഈ ചളി കാര്യങ്ങളൊക്കെയാണല്ലോ അതിന്റെ. ചളിയിലാണ് എഗ് ചെയ്ത് കുട്ടികളെ. ശരി. ഇവിടെ എങ്ങനെ ബ്രീഡിംഗ് ഉണ്ടോ? ഇവിടെ നമ്മൾ നാച്ചുറൽ പോണ്ടില് താനെ വിരിഞ്ഞിറങ്ങുന്നതാണ്. വിരിഞ്ഞിറങ്ങുന്നുണ്ട് അല്ലേ? അതെ അതെ. ശരി ശരി. ഓക്കെ ഓക്കെ. ഇതിന്റെ പല്ല് വരുന്നത്? അതെ അതെ അതെ. എല്ലാം നല്ല സക്ക് ചെയ്തെടുക്കും ആണല്ലേ? നമുക്ക് അധികം ഒന്നും അങ്ങനെ കാണാൻ പറ്റാറില്ല, കാരണം അധികം ചെറുതായതുകൊണ്ടേ ഇതിന്റെ പല്ലൊന്നും അധികം കാണാൻ പറ്റാറില്ല. കുളത്തിലുള്ള ആൽഗയൊക്കെ നശിപ്പിക്കാൻ ഇവര് സൂപ്പറാണ്. സൂപ്പറല്ലേ? അത്യാവശ്യം ഒരുപാട് ഇതുണ്ട് അല്ലേ? ഇതല്ല, അപ്പുറം വേറെ പോണ്ടില് നമ്മള് സെയിൽസിന് വേണ്ടി മാറ്റിയിട്ട് ഒരു 10-600 പീസ് അവിടെ തന്നെ ഉണ്ട്. ആണല്ലേ? 50 പീസോളം ഇതില്ല. ഓക്കെ. ഫുള്ള് ഒരു ഒരം ടൈപ്പാ? അതെ അതെ അതെ. ഹാർഡായിട്ടാണ്. അടുത്ത നമ്മൾ പറഞ്ഞ ഏഞ്ചൽ വെറൈറ്റി പരിചയപ്പെടാം. ഇത് അത്യാവശ്യം വലിയ സൈസ് വലിയ സൈസാണ്, അഡൾട്ട് സൈസാണ്. പിന്നെ ഇതൊരു 500 പീസ് ഇപ്പൊ നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട്. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇതില് മാർബിൾ ഉണ്ട്, പിന്നെ എനിക്ക് പേരറിയാത്ത ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആണ് അല്ലേ? നമുക്ക് അത്യാവശ്യം ബ്രീഡിംഗ് പെയർ ആയിട്ട് കൊടുക്കാൻ പറ്റൂലേ? ആള് ഇവിടെ വന്ന് സെലക്ട് ചെയ്യുന്നവർക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി അല്ലാതുള്ള ഇതാണെങ്കിൽ പിന്നെ അങ്ങനെയും കൊടുക്കാൻ പറ്റും അല്ലേ? ശരി ശരി ശരി. ഇതില് ആൽബിനോ ഒക്കെ ഉണ്ട്. ഇതിനെങ്ങനെയാ ശരിക്കും സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ വരുന്നത്? എങ്ങനെയാ സ്റ്റാർട്ടിംഗ് റേറ്റ്? നമ്മൾ ചില്ലറ കൊടുക്കുന്ന സമയത്ത് ഒരു പീസിന് 50 രൂപയാണ്. 50 രൂപ അല്ലേ? പിന്നെ ഷോപ്പുകാർക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാകത്തിന് കൊടുക്കാം. ഓക്കെ 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 ഓക്കെ. ശരി. നമുക്ക് എന്നാലും അടുത്ത ഗൗരിയനും കൂടെ കണ്ടാലോ പോയിട്ട്? ഓക്കെ. അടുത്ത ഒരു വെറൈറ്റിയും കൂടെ പരിചയപ്പെടാം. ഇത് ഏതായാലും വെറൈറ്റി വരുന്നത്? ഇത് ബ്ലൂ ഗൗരിയാണ് അല്ലേ? ഇതും അത്യാവശ്യം നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അല്ലേ? ശരി. ഓക്കെ. നമുക്ക് എന്താ വെച്ചാല് ഇവിടെ എങ്ങനെയാ ഈ ബ്ലൂ ഗൗര ഈ സൈസ് തന്നെയാണോ നമ്മള് എന്താ പറയാ ബ്രീഡ് ആവുന്നത്? എങ്ങനെയാ? അതെ അതെ അതെ. ഈ ഒരു സൈസ് ആണ് ഇവര് ബ്രീഡിങ്ങിനുള്ള സൈസ് അല്ലേ? ഓക്കെ 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 ഓക്കെ. ശരി.
ഓക്കെ, ഇതിന് നമുക്ക് എത്ര പീസോളം കൊടുക്കാനുണ്ട്? ഇപ്പൊ ഇതൊരു 1500 പീസ് ഉണ്ട്. 1500 പീസ് കൊടുക്കാനുണ്ട് അല്ലേ? ശരി ശരി, ഓക്കെ. നമ്മള് ഏകദേശം കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങള്, പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഒരുപാട് വെറൈറ്റികൾ പറഞ്ഞു. കുറെ വെറൈറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കുറച്ച് പോണ്ടിലും കാര്യങ്ങളും പിടിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഏകദേശം ഇത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ കൊടുക്കാനുള്ള കുറെ വെറൈറ്റി ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്, ഇനി പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഇതൊക്കെ റീറ്റെയിൽ ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കാനുണ്ട്. ഓക്കെ, കൊറിയർ അയക്കുകയാണെങ്കിൽ മിനിമം 2000 രൂപയ്ക്കുള്ള ആ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ അവിടെ പോയി ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇപ്പം നമ്മളിപ്പോ ബ്രീഡിങ്ങിന്റെ ആ ഒരു സെക്ഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം വെച്ചാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അത് ക്ലിയർ ആവാത്തതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് കാണിച്ചു അടുത്തൊരു വരവിൽ എന്തായാലും നമ്മളത് കാണിച്ചു തരും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.